എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ന്യൂജേഴ്സിയിലുള്ള ലിബർട്ടി സയൻസ് സെൻറ്റർ കാണാനാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ അതിൻ്റെ അകത്ത് കയറാൻ. വൈകിട്ട് ഒരു 5 മണി 5:30 വരെയാണ് തോന്നണം അവിടുത്തെ സമയം. അപ്പോൾ ഇനി നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു ദിവസമാണ്. മാത്രമല്ല ഇന്ന് വൈകിട്ട് മഞ്ഞിൻ്റെ ഒരു അലർട്ടും വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ന്യൂജേഴ്സിയിൽ തന്നെ ഉള്ള ഒരു സ്ഥലത്താണ്. ന്യൂജേഴ്സി സിറ്റിയിലായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മളിതേ ഒരുപാട് പാലങ്ങളും അതുപോലെ തന്നെ ടോളൊക്കെ കൊടുത്തിട്ട് വേണമായിരുന്നു കേട്ടോ നമുക്ക് അവിടെ എത്താനായിട്ട്. അന്തരീക്ഷമൊക്കെ ആകെ ഇങ്ങനെ മൂടിയിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചെന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും ശരിക്കും മഞ്ഞുമഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നേ. നമ്മുടെ ഭാഗത്താണ് കേട്ടോ വൈകിട്ട് വരുമെന്ന് അലർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ ഇതേ നമ്മളെത്തിയ സ്ഥലത്ത് വന്നപ്പോഴത്തേനും ചെറുതായിട്ട് ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു. നല്ലൊരു തിരക്കുള്ള സ്ഥലമായിരുന്നു കേട്ടോ. എന്തോരം വണ്ടികളാണെന്ന് നോക്കിക്കണ്ടേ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന. ഗെയ്സ് നമ്മളിവിടെ എത്തി. നല്ല മഴ മഞ്ഞുമഴ. അയ്യോ നല്ല തണുപ്പുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ പൊടി ഇങ്ങനെ പെയ്യണത്. ബാത്തുവിൻ്റെ തലയിലൊക്കെ നോക്കി ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ. എന്ത് തണുപ്പാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടാ. എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്ത് കയറിയാൽ മതി എന്നായിപ്പോയി. അപ്പോൾ ഈ കാണുന്നതാണ് ലിബർട്ടി സയൻസ് സെൻറ്റർ. അപ്പോൾ നമ്മളിതേ അതിൻ്റെ അകത്തേക്ക് കയറണേണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല എവിടെയൊന്നും ഇത്ര തിരക്കുണ്ടാകുമെന്ന്. കാരണം ഈ മഞ്ഞും ഒക്കെയാണല്ലോ തണുപ്പും. അങ്ങനെ ദേ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേനും ഒരു ആശ്വാസമായിട്ടാ. ഒരു തണുപ്പിൽ നിന്നൊന്നും രക്ഷ നേടിയ പോലെയായിപ്പോയി ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേനും. ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റിൻ്റെ കൗണ്ടറിൻ്റെ അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ പാക്കേജ് പോലെയാണ് കേട്ടോ ഇവിടുത്തെ ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. കൂടുതലും ഈ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും. പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എല്ലാ പരിപാടികളും. അങ്ങനെ ദേ നമ്മളങ്ങനെ ആ ക്യൂവിൽ അങ്ങനെ നിന്നിങ്ങനെ ഓരോരുത്തരായിട്ടാണ് കേട്ടോ നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ ചെല്ലണ പോലെയാണ് ഓരോരുത്തരായിട്ടാണ് ആ കൗണ്ടറിലേക്ക് ചെല്ലണത്. അപ്പോൾ ഇങ്ങനെ പാക്കേജ് അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 3D ഒരു ഷോ ഉണ്ട്. അപ്പോൾ നമ്മളതാണ് ടിക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, ഒരു പാക്കേജ് പോലെ. അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുമാതിരി ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കണ ഒരു സ്പേസ് കണ്ടായിരുന്നു. ഇങ്ങനെ ബോളൊക്കെ ഇങ്ങനെ തട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ കയറാനായിട്ട്. ഇങ്ങനെ എന്താ പറയുക മഞ്ഞിലിങ്ങനെ തെന്നി കളിക്കൂല എന്തുമാതിരി ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾ അതിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ കളിക്കണതൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. കുറേ നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നായിരുന്നേ. അപ്പോൾ ഈ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 1 ഡേ ട്രിപ്പിനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയും പിള്ളേർക്ക് കളിക്കാനുള്ളതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതുമാതിരത്തെ ഒരു ഇങ്ങനെ വാച്ച് പോലത്തെ ഒരു സ്റ്റിക്കർ നമുക്കിങ്ങനെ തരും കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ കയ്യിൽ കെട്ടണം. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനും അവരത് നോക്കിയിട്ട് നമ്മളെ കയറ്റണത്. അങ്ങനെ നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ സുവനീർ ഷോപ്പാണ്. സുവനീർ മാത്രമല്ല ഒരുപാട് എന്താ പറയുക നമ്മളെപ്പോഴും ഈ കാണുന്ന പോലെയൊക്കെ തന്നെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിള്ളേരെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല പണിയാവും. എല്ലാം ഇങ്ങനെ പിള്ളേരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് വച്ചേക്കണത്. പാത്തും അതൊക്കെ കണ്ടിട്ട് ആകെ ഏത് വേണമെന്നൊക്കെ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾക്കിനി പിന്നെ മേടിക്കാം. കാരണം നമ്മളിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇതൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട് ടൈറ്റാനിക് എന്ന് പറയുന്നത്. നമ്മുടെ പണ്ടത്തെ ടൈറ്റാനിക് കപ്പലിൻ്റെ ചെറിയൊരു മ്യൂസിയം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനൊക്കെ വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. പക്ഷേ എങ്കിൽ നമ്മൾ ഇന്ന് അത് എടുത്തിട്ടില്ല. എല്ലാം കൂടി ഒരുമിച്ച് എടുത്ത് കാണാനുള്ളൊരു ടൈമും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മൾ ഈ ഹോളിൽ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ 3 ഫ്ലോറിലായിട്ടാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റത്തെ ഫ്ലോറിലാണ് നമ്മൾ വന്നേക്കണത്. ഈ ഒരു ലിബർട്ടി സയൻസ് സെൻറ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ സയൻസിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. അത് വലിയവരായാലും ശരി പിള്ളേരായാലും ശരി മൊത്തം ഒരു സയൻസ് മയമാണ്. അപ്പോൾ ഇതൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ മൊബൈലിലൊക്കെ ഗെയിം കളിക്കുമല്ലോ അതുമാതിരിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ എനിക്ക്. ഇതിന് ചുറ്റിനും ഇങ്ങനെ പിള്ളേരിങ്ങനെ വട്ടം കൂടി നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ വലിയവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലൊന്നും കാണാനുണ്ടായിരുന്നില്ല. കൂടുതലും പിള്ളേരെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെടുത്ത ടിക്കറ്റിൽ ഈ ഒരു പാക്കേജൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ കാണുന്ന എല്ലാ ഗെയിംസും നമ്മുടെ ആ ഒരു പാക്കേജിൽ പെട്ടതാണ്.
അങ്ങനെ നമ്മളിതിങ്ങനെ നടക്കും തോറും ഇങ്ങനെ ഓരോരോ ഗെയിമുകൾ ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇത് കണ്ടില്ല, ഇത് അടുത്ത ഗെയിമാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾക്ക് പിള്ളേർക്ക് വേണമെങ്കിൽ നമുക്ക് അതിൽ കയറി കളിക്കാട്ടെ, നമ്മളതൊക്കെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതേ ഇപ്പുറത്ത് കാണാണ്ടില്ല, ഇതൊക്കെ വളരെ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെയാണ്. എന്തോരം പിള്ളേരാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. നല്ല എന്താ പറയുക, സയൻസിന് ഇഷ്ടപ്പെടുന്ന പിള്ളേർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിനുശേഷം നമ്മളിപ്പോൾ എർത്തിൻ്റെ ഒരു രൂപരേഖ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഓരോന്നിങ്ങനെ മിന്നിമായുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് അതെന്താണെന്നൊന്നും വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. കുറേ നേരം നിന്ന് നോക്കി, ഇരുന്ന് നോക്കി, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. വലിയവരിങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അതിന് ശേഷം പിന്നെ പുറത്തേക്ക് പോകാറാണ് ചെയ്തത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഭൂമിയുടെ ഓരോരോ കാലാവസ്ഥകളും ഓരോ കാര്യങ്ങളൊക്കെയാണ് അതിലിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. അതിൻ്റെ ആ ഒരു പ്രൊജക്റ്റിൽ ഇങ്ങനെ ഓരോന്ന് ലൈറ്റൊക്കെ ഇങ്ങനെ തെളിച്ച് ഇങ്ങനെ കാണിക്കുന്നതാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. എന്തായാലും ഞാനതൊന്നും വായിച്ചു നോക്കാനൊന്നും പോയില്ല. എനിക്കിത് കണ്ടിട്ട് ചെറിയൊരു ബോളിൽ ഇങ്ങനെ കളറ് മിന്നി വായനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ നേരം അതൊക്കെ ആസ്വദിച്ചു, കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഫ്ലോറിലേക്കാണ് പോണത്. അടുത്ത ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇവിടെ ലിഫ്റ്റൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മളങ്ങനെ വലിഞ്ഞ് കയറി അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ ബിൽഡിംഗ് ആയിട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ, ലിഫ്റ്റ് കണ്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ പിള്ളേർ ഇതുമാതിരത്തെ ഒരു സാധനത്തിൽ ആ ലൈറ്റേൽ ഇങ്ങനെ ഞെക്കി ഞെക്കി കളിക്കുന്നുണ്ടായിരുന്നേ. ഇങ്ങനെ കുറേ മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഞെക്കി നോക്കിയിട്ടുണ്ടായി. പക്ഷേ എനിക്കൊന്നും അവിടെ ഒന്നും കാണാനോ കേൾക്കാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെറുതെ പിള്ളേർ ഇങ്ങനെ ഞെക്കി ഞെക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഫ്ലോറിൽ മൊത്തം ഇങ്ങനെ പ്ലേ ഏരിയാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു എന്താ പറയുക, ഒരു എന്താ മ്യൂസിയം ഒരു ഇതുപോലെ ഇങ്ങനെ അക്വേറിയം പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കുറേ ആമകളെയൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ചില ജീവികളെയാണ് ഈ ഒരു ഇങ്ങനെ ചില്ലുകൂടുകളിലൊക്കെ ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് സാധാ ടൈപ്പ് ആമയൊന്നുമല്ല കേട്ടോ, വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ആമയാണ്. അതെന്താണെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം കുറേ എലിക്കുഞ്ഞുങ്ങളെ പോലെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ ജീവികളാണെന്നാണ് കേട്ടോ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ അതൊന്നും അങ്ങനെ പിടികിട്ടേന്നുമില്ല. ഏറ്റവും വിഷം കൂടിയിട്ടുള്ള തേളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടി കുറേ ഞാൻ ചാഞ്ഞും ചരിഞ്ഞൊക്കെ നോക്കി. പിന്നീടാണ് മനസ്സിലായത് അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കാണുന്നുണ്ടെന്ന്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള എന്താ എട്ടുകാലിയാണ് ബ്ലാക്ക് വിഡോ. ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ എട്ടുകാലി ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ നോക്കിയായിരുന്നു. ഒരു ചത്ത ചെലന്തി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, എട്ടുകാലി. പിന്നെ ഞാൻ നോക്കിയിട്ടൊന്നും കാണണേ ഉണ്ടായിരുന്നില്ല. സംഗതിനെ അത് എവിടെ കണ്ടുപിടിക്കുമെന്ന് അറിയാൻ വേണ്ടി കുറേ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ മേളിലായിട്ട് മൂലയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞു സാധനം കേട്ടോ. പക്ഷെ അത് ഭയങ്കര വിഷം കൂടിയതാണെന്നാണ് പറയണത്. പിന്നീട് നമ്മൾ അണലിപ്പാമ്പിനെയാണ് കണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പാമ്പാണെങ്കിലും ഇതിനിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു എന്താ മാതിരിയല്ലേ, ഇങ്ങനെ അടുത്ത് കാണുമ്പോഴത്തേനും. പിന്നീട് ഇത് നോക്കിക്കേണ്ട ഒരു എലിക്കുഞ്ഞിനെ പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ഡെമ്മിയാണ് അവിടെ വെച്ചേക്കണത്. ഇതിൻ്റെ ഒറിജിനലായിട്ട് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ നോക്കിക്കേണ്ട ഇങ്ങനെ ഞെങ്ങി ഞെങ്ങി അതിനെ കാണുമ്പോൾ തന്നെ എന്തോ മാതിരി തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ, അതിങ്ങനെ പെറ്റ് പെരുകി ഇങ്ങനെ കുറേ ഇങ്ങനെ കിടന്ന് ഞൊളക്കണയാണ് കാണുന്നുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ നോക്കിക്കണ്ടേ, നിങ്ങൾ നോക്കുമ്പോൾ ഇത് കുറേ ഉറുമ്പ് പോകണമെന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഉറുമ്പുകളാണ്. അതായത് ഇലകൾ തിന്നുന്ന ഉറുമ്പ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സാധാ ഉറുമ്പിനെ പോലെയാണ് ഇരിക്കണം, പക്ഷെ അത് തിന്നണത് ഇലകളാണെന്ന് മാത്രം. ആ കൂട്ടിൽ കുറേ ഇലകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ജീവികളാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുരങ്ങിനെ കണ്ട്. നമ്മുടെ നാട്ടിലും സൂവിലൊക്കെ കാണുമായിരിക്കും ഈ ഒരു ടൈപ്പ്. അപ്പോൾ ഇവരിതിങ്ങനെ വളരെ വെറൈറ്റി ആണെന്നും പറഞ്ഞ് ഇതിനെ ഈ കൂട്ടിലിട്ടിട്ടുണ്ട്. അതാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. അതിനെന്തോ ഒരു കൂട് പോലെയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കണ്, അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. നീല കളറിലുള്ളൊരു തവളേനെ കണ്ട, വളരെ വിഷം കൂടിയിട്ടുള്ളൊരു തവളയാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ആ കൂടിൻ്റെ ഉള്ളിൽ കുറേ തവളകൾ ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് കുഞ്ഞു കുട്ടികൾ നോക്കിക്കേണ്ടേ ഒരു പാമ്പിനെ. അപ്പോൾ അത് ഇങ്ങനെ കുഞ്ഞ് കണ്ടിട്ട് അതിങ്ങനെ പേടിച്ചിട്ട് അതിൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ, ആ കൊച്ചിനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ വളരെ ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു.
ഇത് കണ്ടാം. എനിക്ക് ആദ്യം ഞാൻ അതിനെയാണ് കേട്ടോ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ഞാൻ അതേ പാമ്പിൻ്റെ അടുത്തേക്ക് വന്നു. ഈ പാമ്പിനാണെങ്കിൽ ഇത് നോക്കിക്കണ്ട, എന്നെ കണ്ടിട്ടാണെങ്കിൽ അതിൻ്റെ നാക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടേ ഇരിക്കണം. എന്ത് നീട്ടമുള്ള നാക്കാണെന്ന് അറിഞ്ഞാൽ നല്ല രസമുണ്ട്. ഇതിനൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് കാണാൻ ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. അതിൻ്റെ ആ പുറത്തെ കളറൊക്കെ നോക്കിക്കേണ്ട ഒരു പ്രത്യേക ഒരു ലുക്കല്ലേ. കുറേ നേരം ഞാൻ അതിനെങ്ങനെ നോക്കിയിരുന്നായിരുന്നു കേട്ടോ. എൻ്റെ ക്യാമറ കണ്ടിട്ടാണോ എന്ന് അറിഞ്ഞില്ല, അതിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ നാക്ക് നീട്ടി പുറത്തേക്ക് വരാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ അതിനെ നോക്കി ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നായിരുന്നേ. നല്ല രസമുണ്ട് അതിനെങ്ങനെ കാണിക്കണത് കാണാനായിട്ട്. അതിനുശേഷം ഉറങ്ങിക്കിടന്നൊരു പാമ്പിനെ തട്ടി ഉണർത്തുന്ന ഒരു കൊച്ചിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ അതിൻ്റെ അടുത്ത് പോയി. അതാണെങ്കിൽ ഇങ്ങനെ ഇരവിഴിങ്ങിയ മാതിരി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് പുറത്തേക്ക് നോക്കിയപ്പോഴത്തേനും നിറച്ചിങ്ങനെ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണേ. ഇതിങ്ങനെ നിൽക്കണ ലക്ഷണമൊന്നും കാണുന്നില്ല. പിന്നീട് ഇങ്ങനെ പല പല ജീവികളുടെ അസ്ഥികൂടങ്ങൾ, തോലുകൾ, ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ സാധാരണ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ കാണൂലേ, അതുപോലെ ഈ പാമ്പിൻ്റെ തോല്, അതുപോലെ മുതലയുടെ തോല്, ഇതൊക്കെ ഉണ്ട് ഇവിടെ വെച്ചേക്കണത്. കാണുമ്പോൾ തന്നെ എന്തോ മാതിരി നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ പാമ്പിൻ്റെ എല്ലുകൾ, തവളയുടെ എല്ല്, അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിതൊക്കെ എടുത്തത്. ഇത് ഒരു മുതലേ ചീങ്കണ്ണി എന്താണെന്ന് അറിയില്ല. അതിൻ്റെയൊക്കെ എല്ലൊക്കെ ഇങ്ങനെ അസ്ഥികൂടമൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതേ ഒരു വെറൈറ്റി ഒരു ജീവിനെ കണ്ട, ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചില്ല പോലെ ഇരിക്കുന്നത്, അത് ശരിക്കും ഒരു ജീവി തന്നെയാണ്. നല്ല രസമുണ്ട് കേട്ടോ അതിനെ കാണാനായിട്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് അതൊരു ജീവിയാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് ഇങ്ങനെ മരത്തിൻ്റെ ഒരു കമ്പ് മാതിരിയാണ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഇതേ നോക്കിക്കണ്ടേ, ഒരു ചെടിയിൽ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ എന്താ പറയുക ഉണങ്ങിയ ഇല പോലെ ഇരിക്കണുണ്ട്. അതും ഒരു ജീവിയാണ്. ഇതും നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് അത് ജീവിയാണെന്ന് തോന്നുള്ളൂ. ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഇതും വളരെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഏഷ്യയിൽ വിയറ്റ്നാമിലൊക്കെ കാണുന്നത് ഈ കൊമ്പുള്, ഈ ഇല പോലത്തെ ഓസ്ട്രേലിയയിലുള്ളത്. അതിനുശേഷം ദേ പാറ്റയുടെ ഇനത്തിൽപ്പെട്ട കുറേ ഇങ്ങനെ ഒരു ജീവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നായകനെ ഇങ്ങനെ പാറ്റകൾ ഓടിച്ചു വിടൂലേ, അതുമാതിരിയാണ് എനിക്കിത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് എന്തോരമാണെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ, ഇത് കണ്ടിട്ട് തന്നെ എന്തോ മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. കുറേ ഇങ്ങനെ പരപരാന്ന് പറ്റി പെരുകിയ മാതിരിയാണ് കിടക്കണത്. അതിനുശേഷം ദേ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ പിരാന മീനാണ് ഇത് കാണുന്നത്. മനുഷ്യനെ തിന്നു എന്നൊക്കെ പറയണേക്കാല. നമ്മുടെ നാട്ടിൽ മിക്ക അക്വേറിയങ്ങളിലൊക്കെ ഈ മീൻ കാണാറുണ്ട്. അപ്പോൾ ഇതും കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് മിക്ക അക്വേറിയങ്ങളിലും ഉണ്ട് കേട്ടോ, മിക്ക അക്വേറിയങ്ങളിലും കാണാം. അതിനുശേഷം കണ്ട മീനാണ് ഇത്. ഇതും നമ്മുടെ നാട്ടിലൊക്കെ പല അക്വേറിയങ്ങളിലും കാണാമായിരിക്കും. നമ്മൾ തൊടുമ്പത്തേനും ഇങ്ങനെ വീർത്ത് വരും എന്ന് പറയും കേട്ടോ ഈ ഒരു മീൻ. പിന്നെ വായൊന്ന് കാണട്ടെ, വാ തുറന്നേ. നമ്മളങ്ങനെ ജീവികളെയൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതേ കണ്ട കാഴ്ചയാണ്. ഇങ്ങനെ മരത്തിൻ്റെ ചില്ല പോലെ ഇങ്ങനെ ഇവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ മേളിലൊക്കെ പിള്ളേർ ഇന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ താഴേക്ക് പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ വല പോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കത് കണ്ടിട്ട് പേടിയായിട്ട് വയ്യായിരുന്നു. കാരണം എത്ര നമ്മൾ പിള്ളേർ കയറിയാലും എങ്ങാലും താഴേക്ക് പോയാലോ വലയൊക്കെ അത്ര സേഫ് ആയിരിക്കും അല്ലേ. പിള്ളേരൊക്കെ അതിൻ്റെ ജില്ലയിലൊക്കെ പോയി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ പാത്തും കയറാൻ പോയിട്ട് എന്തായാലും ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടി പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതേമാതിരത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പ്ലേ ഏരിയാസൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇതിപ്പോൾ നൂണ്ട് കയറുന്ന ഒരു ഗെയിമിൻ്റെ സ്ഥലത്താണ് വന്നേക്കണത്. ഇവിടെ ഞാൻ കയറിയില്ല കേട്ടോ. എവിടെയെങ്കിലും വെച്ച് ഇടയ്ക്ക് സ്റ്റക്കായി പോയാൽ പിന്നെ നമ്മളെ വലിച്ചൂരി എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയും ഒരു റിസ്ക് എടുക്കാൻ നിന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരിടമാണ് ഞാനിപ്പോൾ വന്നേക്കണത്. അതായത് അമേരിക്കയിലെ പല പല സിറ്റികളും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സ്ഥലങ്ങളെയൊക്കെ ഇങ്ങനെ രൂപരേഖ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും ഒറിജിനലായിട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ അമേരിക്കയിലുള്ള പല പല സിറ്റികൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ടുകൾ, വീടുകൾ, കടകൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കേട്ടോ. കാട്, മല, റോഡ്, അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു രൂപരേഖ ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളും പോവാത്ത സ്ഥലങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒറിജിനലായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെയാണ് അവരിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. ഇത് കണ്ടില്ല, ഇതൊക്കെ ഓരോരോ ഇങ്ങനെ കടകളൊക്കെയാണ്. ഓരോരോ സ്ട്രീറ്റും ഓരോ ഇങ്ങനെ കാറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണ കണ്ടില്ലേ. ശരിക്കും ഒറിജിനൽ പോലെ നമുക്കിങ്ങനെ തോന്നും കേട്ടോ. നമ്മൾ കാണാത്ത കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ എന്ത് മനോഹരമായിട്ടാലേ ഇവർ ഉണ്ടാക്കി വെച്ചേക്കണത്. ഈ ട്രെയിൻ പോകുന്ന കണ്ടില്ലേ, ഇതിങ്ങനെ കൽക്കരിയും അതുപോലെ ചരക്കും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് പലതായിട്ട് ഇങ്ങനെ
മാറി മാറി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. ഈ ഒരു സയൻസ് സെൻറ്ററിൽ വന്നിട്ട് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഇത് മാത്രമാണ്. കാരണം ഇത് വലിയവർക്കും ചെറിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആയിരുന്നു. ബാക്കിയൊക്കെ പിന്നെ പിള്ളേർക്ക് പറ്റിയതാണല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ പെട്ടതാണ്. ഇതിങ്ങനെ ഒരുപാട് ഉണ്ടിട്ട് ഇങ്ങനെ നടന്ന് കാണാനായിട്ട്. പക്ഷേങ്കിൽ ഞാൻ എല്ലാം ഒന്നും അങ്ങനെ പകർത്തിയിട്ടൊന്നുമില്ല. ഇത് നോക്കിക്കണ്ടേ, ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ട് ആളുകൾ ഇരിക്കണതും കിടക്കണതും വെള്ളത്തിൽ ഇറങ്ങണതും അതൊക്കെയാണ് അവിടെ ഇങ്ങനെ ചിത്രീകരിച്ച് വെച്ചേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിൻ്റെ ഈ ഒരു തുരങ്കത്തിൻ്റെ ഭാഗമൊക്കെ കണ്ടില്ലേ, എന്ത് ഒറിജിനലായിട്ടാണല്ലേ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. ഈ ഒരു എന്താ പറയുക, പാറയൊക്കെ കണ്ടില്ലേ, മലകളും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട്. കുറേ നേരം അതൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കാണാൻ കുറേ ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. ഞാൻ എല്ലാം ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അതേന്ന് നോക്കിക്കുക, ഒരു പാലം, ആ പാലത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളവും ഇങ്ങനെ മണ്ണും ഒക്കെ അതേപോലെ ഒറിജിനലായിട്ടാണ് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾ വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ദേ നോക്കിക്കണ്ടേ, പല രൂപത്തിലുള്ള വീടുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ ഓരോ സിറ്റിയിലുള്ള ഓരോരോ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇത് കൽക്കരി ഇങ്ങനെ എടുക്കണ ഓരോ സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ കൽക്കരിയൊക്കെ കൊണ്ടുപോകുന്നതും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും രസമുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മളിപ്പോൾ അതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളതേ 3D ഫിലിം കാണാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോകളുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്തത് ദിനോസറിൻ്റെ ഷോയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ വന്നേക്കണത്. പിള്ളേർക്ക് അതൊക്കെയാണല്ലോ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയോണ്ടാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു, ഫുള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ പണ്ട് മറ്റേ ദിനോസർ സിനിമയൊക്കെ കാണൂലേ, അതേപോലത്തെ ഒരു ഇത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു 3Dയിൽ. കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിരുന്നു കാണാൻ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വേറെ എന്താ ഉള്ളതെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ നടക്കുമ്പോഴാണ് ഒരു പ്ലെയിൻ പോലത്തെ ഒരു സാധനം കിടന്ന് ഇങ്ങനെ കുലുങ്ങട കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. അതും ഇങ്ങനെ ഒരു ഷോ മാതിരിയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതും ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അത് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് കയറാനായിട്ട്. ഞങ്ങളങ്ങനെ ദിനോസറാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ കയറി അത്രയും പറ്റൂല കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, പിള്ളേർക്കൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ. ഇനിയിപ്പോൾ നമ്മളിതേ 3ാമത്തെ ഫ്ലോറിലേക്കാണ് വന്നേക്കണത്. ഇവിടെ ഇതേ കുറേ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കയറുന്ന എൻട്രൻസിൽ തന്നെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയം വരുന്നത് ഈ ഒരു ഫ്ലോറിലാണ്. അപ്പോൾ അതിന് വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയം ആയപ്പോഴത്തേനും 5 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നേ. കുറച്ച് ടൈമും കൂടിയാണ് ഉണ്ടായിരുന്നുള്ളത് ക്ലോസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ വേഗം തന്നെ ധൃതി പിടിച്ച് എന്താണ് ഇവിടുത്തെ ഒരു ഫ്ലോറിലെ കാഴ്ച എന്ന് കാണാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്ലേ ഏരിയാസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർ ഫിഷിനെ കൈകൊണ്ടൊക്കെ പിടിക്കാം. നമ്മൾ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ഭയങ്കര ക്ലോറിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനൊന്നും നിന്നില്ല. നമ്മളിതേ ഇപ്പോൾ പ്ലേ ഏരിയാസിലാണ് വന്നേക്കണത്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ കളി ഉപകരണങ്ങളൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് ചിന്തിച്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് സയൻസ് പരമായിട്ടുള്ള പ്ലേ ഏരിയാസൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചില്ലുകൂട്ടിൽ ഇങ്ങനെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി നമ്മളും ഇതേപോലെ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാം. അതൊക്കെ അതിൽ നോക്കിയിട്ടേ. അപ്പോൾ അത് നല്ല രസമാണ്. പിള്ളേർക്കൊക്കെ അതിങ്ങനെ കളിക്കാനൊക്കെ നല്ല കുറച്ച് ഇങ്ങനെ ബുദ്ധി ഉപയോഗിച്ചും ഒക്കെ ചെയ്യേണ്ട ഒരു കളിയാണ്. അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ളൊരു കളിയാണ് ഇതിങ്ങനെ ക്യൂബിസ് ക്യൂബില്ലേ. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഇങ്ങനെ പല ഷേപ്പിൽ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ചിട്ട് നമുക്കതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു റോബോട്ട് അതിങ്ങനെ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അത് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും ഇത്. അപ്പോൾ ഇത് 9 ടൈപ്പ് ഇങ്ങനെ തിരിച്ചാണ് അത് കറക്റ്റ് ചെയ്യും. 9 ഒരു തിരിയലിനെ അത് കറക്റ്റ് ചെയ്യും എന്നാണ് അത് പറയണത്. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മൊത്തം എല്ലാവരും ഇങ്ങനെ എല്ലാം 4 സൈഡിലായിട്ട് അതിങ്ങനെ കാണിക്കേണ്ട നമ്മൾ കൊടുത്തത് എങ്ങനെയാണെന്നുള്ളത്.
അതിന് ശേഷമാണ് പിന്നെ അത് 9 തവണ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊന്ന് തിരിക്കും, എന്നിട്ട് അത് കറക്റ്റാക്കി എടുക്കും. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്, പലർക്കും ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ കറക്റ്റ് ചെയ്യാൻ. എന്തായാലും എനിക്കറിയില്ല കേട്ടോ അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ പിള്ളേർ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കണ്ടിട്ട് ആ ഒരു റോബോട്ട് അത് ചെയ്യണത്. കറക്റ്റ് 9 തവണയായിട്ട് അത് തിരിച്ചോളൂ. അപ്പോഴത്തേനും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വളരെ അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏത് രീതിയിൽ നമ്മൾ തെറ്റിച്ച് കൊടുത്താലും അത് കറക്റ്റായിട്ട് അത് ചെയ്ത് അതിങ്ങനെ ഇതാക്കി തരും. ഇതേ നോക്കിക്കണ്ടേ, 9ാമത്തെ തവണയായപ്പോഴത്തേക്കും അത് കറക്റ്റായി. അത് കഴിഞ്ഞപ്പോൾ അതിന് ദോഷം പ്രകടിപ്പിക്കണ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ അത് കാണാനായിട്ട്. അതിങ്ങനെ കുറേ 4 സൈഡിലും അതിങ്ങനെ കാണിച്ച് അത് ജയിച്ചെന്നുള്ള രീതിയിൽ. എന്നിട്ട് അത് വീണ്ടും അതിങ്ങനെ പുറത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് വീണ്ടും അതിങ്ങനെ തെറ്റിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ വച്ച് കൊടുക്കാം. അതിനുശേഷം കണ്ടൊരു ഇതാണ്, ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക്കിൻ്റെ ഒരു സാധനമാണ്. അതിലിങ്ങനെ പിള്ളേരിങ്ങനെ എന്തോ വെച്ചിട്ട് ഇങ്ങനെ കോലു ഇങ്ങനെ ഇളക്കണാണേ കണ്ടത്. ഇപ്പോൾ നമ്മൾ താഴേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ വേറൊരു കാഴ്ച കണ്ടായിരുന്നു. ഈ ഒരു സാധനം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഉന്തി വരും. പിന്നെ അതിന് ശേഷം ഒറ്റയടിക്ക് ഇതങ്ങോട്ട് ചെറുതായി പോകും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതും കാണാൻ. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ. സയൻസ് പരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. ഗെയ്സ്, നമ്മളങ്ങനെ സയൻസ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങണം. ഇനിയുണ്ട് കാഴ്ചകളൊക്കെ കുറേ, പക്ഷേ നമ്മുടെ ടൈം കഴിഞ്ഞ് 5 മണിയായപ്പോൾ തന്നെ ഇവിടെ എല്ലാം ക്ലോസായി. പിന്നെ പോകാൻ വേണ്ടി നിൽക്കുക. പുറത്ത് നല്ല മഞ്ഞ്. നമുക്കിനി പോകാം. ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് നമ്മളങ്ങനെ സയൻസ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുറത്ത് വന്നപ്പോഴത്തേനും നിറച്ച് മഞ്ഞായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഴ പൊടിയൊന്നും ഇങ്ങനെ, മഴ എന്ന് പറഞ്ഞാൽ മഞ്ഞ് മഴയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ മേലൊക്കെ ഇങ്ങനെ നനഞ്ഞ് നല്ല ഒരു തണുപ്പാണ് കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ വണ്ടിയുടെ അങ്ങനെ നടക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേനും ഫുള്ള് മഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ ഒരുവിധം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വണ്ടിയിലേക്ക് കയറണത്. ഇത് കണ്ടില്ല, ഫ്രണ്ട് ഗ്ലാസും അതുപോലെ തന്നെ സൺറൂഫും ഒക്കെ ആകെ ഇങ്ങനെ മഞ്ഞ് കൊണ്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം കൊണ്ടിട്ട് ആകെ അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ച കണ്ടില്ലേ, മഞ്ഞ് പെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല എന്നുള്ളൂ, വണ്ടിയിലിരുന്നൊക്കെ കാഴ്ചയൊക്കെ കാണാം. നമ്മളങ്ങനെ അതേ ഒരു ഇന്ത്യൻസും പാകിസ്ഥാനി ബംഗ്ലാദേശൊക്കെ ഉള്ളൊരു സ്ട്രീറ്റിലേക്കാണ് വന്നേക്കണത്. ഇങ്ങനെ കണ്ടിട്ട് ചെറിയൊരു ലോക്കൽ ഏരിയ ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ ഇത് കണ്ടില്ലേ, കുറേ ഇന്ത്യൻ കടകളൊക്കെ കാണുന്നുണ്ട്. ഗെയ്സ്, നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ. എന്തൊക്കെയാണ് ഫുഡുള്ളതെന്ന് അറിയില്ല. തറയിലൊക്കെ ആകെ മഞ്ഞ് ഐസ്. നടക്കണ വഴിയൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ വീണിട്ടേ ആകെ ചെളി വരണ്ട് ഇങ്ങനെ കിടക്കണമായിരുന്നു. അങ്ങനെ അതേ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നേക്കണത്. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി. അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ തണുപ്പും മഞ്ഞൊക്കെ ആയതുകൊണ്ടും പിന്നെ നേരം വൈകിയതുകൊണ്ടാണോ എന്നറിയില്ല, തിരക്കൊക്കെ ഭയങ്കര കുറവാണ്. കൂടുതലും പാർസലൊക്കെ ആയിരുന്നു. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം കുഴിമന്തി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ടേസ്റ്റൊന്നും അല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം, ഒരു ഹൈദരാബാദി ടേസ്റ്റൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴിമന്തി വന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടാണ്. 3 പേർക്ക് കഴിക്കാനുള്ള കുഴിമന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വന്നപ്പോഴത്തേനും ഇത്രയും വലിയൊരു പ്ലേറ്റിലായിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കഴിച്ചു, ബാക്കി നമ്മൾ പാർസൽ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയൊക്കെ കഴിക്കാനൊന്നും നമുക്ക് പറ്റൂലല്ലോ. ഇത്രയും ക്വാണ്ടിറ്റിയിൽ കുറച്ചും അവർ കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ആകെ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ അവർ തരുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ അതേ മുളക് ബജി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് സാധാ മുളക് ബജിയല്ല, മുളകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക, പൊട്ടറ്റോയൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ടുള്ളൊരു മുളക് ബജിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് അത്ര പെർഫെക്റ്റിനൊന്നും പറയാൻ പറ്റൂല, എങ്കിലും കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും എന്തൊരു തണുപ്പാണെന്ന് പറഞ്ഞാൽ, മഞ്ഞുമഴക്കൊന്നും ഒരു കുറവേ ഉണ്ടായിരുന്നില്ല. മഞ്ഞുമഴയും വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ സാധാ മഴ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോണത്. പോകുന്ന വഴിയിലും ഒക്കെ ഇങ്ങനെ മഞ്ഞും അതുപോലെ തന്നെ മഴയൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കാഴ്ചയുമായിരുന്നു കേട്ടോ. ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഈ മഞ്ഞിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് നമുക്ക് കാഴ്ചയൊക്കെ കണ്ടിരിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അതേ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.